എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ എണ്ണം 30,561. കഴിഞ്ഞ വർഷം 30,145. അപ്പൊ കൂടുതലാണ്. ഒരു 416 എണ്ണം കൃത്യമായി പറഞ്ഞാൽ കൂടുതലാണ്. കഴിഞ്ഞ വർഷം 30,145. ഇത് നമ്മൾ സപ്ലൈ ചെയ്യില്ലേ? ഇതിന്റെ ലിസ്റ്റ് മൊത്തം കൊടുക്കില്ലേ? അതെ, കൊടുക്കുമല്ലോ. ഫുൾ A+ 30,561. 416 എണ്ണം കൂടുതൽ. ഇനി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 1,523. ആൺകുട്ടികൾ 1,081. പെൺകുട്ടികൾ 442. യോഗ്യത നേടിയവർ 1,109. വിജയശതമാനം 72.82. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 70.76. അപ്പൊ 2% കൂടുതലാണ്. എല്ലാ വിഷയങ്ങൾക്ക് A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 50. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാറ്റഗറിയിൽ കേട്ടോ. കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 63. ആൺകുട്ടികൾ 21. പെൺകുട്ടികൾ 42. ഉപരിപഠന യോഗ്യത നേടിയവരുടെ എണ്ണം 52. വിജയശതമാനം 82.54. കഴിഞ്ഞ വർഷം 80.36. അപ്പൊ അവിടെയും 2%-ലധികം വിജയശതമാനം വർധനവുണ്ട്. എല്ലാ വിഷയങ്ങൾക്ക് A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 2. സ്കോൾ കേരള ആകെ കുട്ടികൾ 25,494. ആൺകുട്ടികൾ 14,829. പെൺകുട്ടികൾ 10,665. ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 12,982. വിജയശതമാനം 50.92. വളരെ കുറവാണല്ലേ ഈ പ്രൈവറ്റ്. കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചമാണെന്നാൽ കഴിഞ്ഞ വർഷം 46.52. 4%-ലധികം വർധനവ് ഈ സ്കോൾ കേരള വഴി പരീക്ഷ എഴുതിയ കുട്ടികൾക്കുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 537. പ്രൈവറ്റ് കമ്പാർട്ട്മെന്റൽ ആകെ കുട്ടികൾ 41,076. ആൺകുട്ടികൾ 28,000. പെൺകുട്ടികൾ 13,076. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 14,595. വിജയശതമാനം 35.53. കഴിഞ്ഞ വർഷം 21.45. അപ്പൊ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഈ പ്രൈവറ്റ് കമ്പാർട്ട്മെന്റൽ സെക്ഷനിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. 21, 35, 15%-ഓളം, 14%-ലധികം. ഇനി എല്ലാ വിഭാഗങ്ങളിലുമായി പരീക്ഷ എഴുതിയവർ ആകെ കുട്ടികൾ 4,40,579. എല്ലാ വിഭാഗത്തിലുമായി ആകെ പരീക്ഷ എഴുതിയത്. അതിൽ ആൺകുട്ടികൾ 2,23,613. പെൺകുട്ടികൾ 2,16,966.